ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ 3 മാമ്പഴമാണ് എടുത്തത്. പിന്നെ 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ശർക്കര മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മൺചട്ടിയിലിട്ട് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പിടി തേങ്ങ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ മാമ്പഴം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല മാമ്പഴ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമുക്കിത് മാറ്റി വെക്കേണ്ടത്. നമ്മുടെ ഉപ്പൊക്കെ ഇതിൽ പിടിക്കുന്ന രൂപത്തിൽ വെക്കണേ. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കടുകും ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നമുക്ക് നല്ലോണം കാച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാമ്പഴത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡിയായി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.